ഈ 100 മണിക്കൂർ തുടർച്ചയായി ദൈവസാന്നിധ്യത്തിൻ്റെ കീഴിലായിരിക്കുവാൻ പവർ വിഷൻ്റെ എല്ലാ കുടുംബാംഗങ്ങൾക്കും അതുപോലെ ചാരത്തുനിന്നും ദൂരത്തുനിന്നുമായി ഈ സ്റ്റുഡിയോയിലേക്ക് കടന്നു വന്ന ദൈവമക്കൾ, ഈ ശുശ്രൂഷകൾ അനുഗ്രഹമായി നേതൃത്വം നൽകുന്ന അഭിഷക്ത ദൈവദാസൻ മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച് ആത്മസാന്നിധ്യത്താൽ നമ്മളെ നിറയ്ക്കുന്ന പ്രിയ കൊയർ, എല്ലാവർക്കുമായി കർത്താവിനെ സ്തുതിക്കുന്നു, കർത്താവിന് നന്ദി പറയുന്നു. ഈ ദിവസങ്ങളിൽ ഈ നടക്കുന്ന ഈ 100 മണിക്കൂർ തുടർച്ചയായി നടക്കുന്ന പ്രാർത്ഥനകളെ ശ്രദ്ധിക്കുവാനും പ്രാർത്ഥനയുടെ കൂടെ ചേർന്നായിരിക്കുവാനും കർത്താവ് എനിക്കും ഒരു ഭാഗ്യം നൽകുന്നതിനായി ദൈവത്തിന് നന്ദി പറയുന്നു. നെഹമ്യാവിനെ ആസ്പദീകരിച്ച് അതിശക്തമായ ദൈവിക ആലോചനകൾ, ദൈവശബ്ദങ്ങൾ കേൾക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കുന്നല്ലോ. ഈ പ്രഭാതത്തിലും ഈ വചനം ധ്യാനിച്ചപ്പോൾ ദൈവം എന്നോട് ഇടപെട്ട ദൈവിക ആലോചനകൾ ഒന്നിച്ച് കൈമാറി ദൈവ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുകയാണ്. ഇതിൻ്റെ തീമായി എടുത്തിരിക്കുന്ന വാക്യം തന്നെ നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യമാണ്. ഭക്തനായ നെഹമ്യാവിനെ കുറിച്ച് പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്തപ്പോൾ ഞാൻ എൻ്റെ സന്ദേശത്തിന് ഇങ്ങനൊരു തലക്കെട്ടിടുവാനിടയായി തീർന്നു. ആത്മമേഖലയെ, ആത്മസാന്നിധ്യത്തെ, കർത്താവിൻ്റെ ശക്തിയെ തൻ്റെ ജനത്തിലേക്ക് എത്തിച്ച ദൈവത്തിൻ്റെ അഭിഷക്തനായിരുന്നു നെഹമ്യാവെന്ന് പറയുന്നത്. ആത്മമേഖലയെ തൻ്റെ തലമുറയിൽ തുറക്കുവാൻ തൻ്റെ ഭക്തന് ഇടയായി. തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുകയാണ്, ദൈവദാസന്മാരുടെ ഉള്ളിൽ നിയോഗം നൽകി പവർ വിഷൻ്റെ നേതൃത്വത്തിൽ ഈ 100 മണിക്കൂർ പ്രാർത്ഥന തുടർച്ചയായി നടക്കുമ്പോൾ തീർച്ചയായിട്ടും ആത്മമേഖല, ആത്മലോകത്തെ കർത്താവ് തൻ്റെ മക്കൾക്ക് വേണ്ടി തുറക്കുവാനിടയായി തീരും. ഈ പ്രഭാതത്തിൽ ഉറക്കം മാറ്റിവെച്ച് നാം ദൈവത്തിൻ്റെ സന്നിധാനത്തിലായിരിക്കുമ്പോൾ ഒരു ദൂത് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ മുന്നോട്ട് കടന്നു പോകട്ടെ. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, കരയുന്ന ദൈവമക്കളെ, നമുക്ക് വേണ്ടി സ്വർഗത്തെ തുറക്കുവാൻ സർവശക്തനായ ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവം കൂടെ ഇറങ്ങിച്ചെന്ന് നിയോഗങ്ങൾ ഏൽപ്പിച്ച ഭക്തന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ നെഹമ്യാവിനെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അങ്ങനല്ല. തൻ്റെ ജനത്തിൻ്റെ അവസ്ഥയറിഞ്ഞ് ദൈവ സന്നിധിയിലോട്ട് താൻ കയറി ചെല്ലുക. യേശു തമ്പുരാൻ ഇങ്ങനെ പറഞ്ഞൊരു വാക്യം ഇതിനോട് ചേർത്ത് ഞാനൊന്ന് പറഞ്ഞിട്ടെ. സ്വർഗരാജ്യത്തെ ബലാൽക്കാരികൾ ബലാൽക്കാരം ചെയ്യുന്നു. ഇന്ന് ഹല്ലേലൂയ ആ വചനത്തോട് ചേർന്ന് നമുക്ക് നെഹമ്യാവിനെ പഠിക്കുവാൻ കഴിയും. തൻ്റെ ജനത്തിൻ്റെ അവസ്ഥ അറിഞ്ഞപ്പോൾ, തൻ്റെ ജനം കടന്നു പോകുന്ന സാഹചര്യത്തെ മനസ്സിലാക്കിയപ്പോൾ താൻ ആത്മലോകത്തെ തൻ്റെ ജനത്തിൻ്റെ വിടുതലിനു വേണ്ടി താൻ ആയിരിക്കുന്ന മേഖലയിലേക്ക്, താൻ ആയിരിക്കുന്ന കാലഘട്ടത്തിലേക്ക് താൻ ഇറക്കിക്കൊണ്ടുവരുവാനിടയായി തീർന്നു. ഇന്ന് ഹല്ലേലൂയ ഈ പ്രഭാതത്തിൽ ഒരുപക്ഷെ വലിയ നീറുന്ന വേദനയിലൂടെയോ നീറുന്ന വിഷയത്തിലൂടെയുമായിരിക്കാം നാം കടന്നു പോകുന്നത്. നമുക്ക് വേണ്ടി ചലിക്കുന്ന ഒരു ദൈവകരമുണ്ട്. നമ്മൾ ഒന്നിച്ച് ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ഒന്നിച്ച് ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമുഖത്തേക്ക് നോക്കുമ്പോൾ ആ ആത്മതലത്തെ കർത്താവ് ഈ പ്രഭാതത്തിൽ നമുക്ക് വേണ്ടി വെളിപ്പെടുത്തി തരുവാൻ സർവശക്തനായ ദൈവമാണ്. ഈ ആത്മമേഖല എങ്ങനെ വെളിപ്പെട്ടു, ഈ ആത്മതലം എങ്ങനെ ജനത്തിനു വേണ്ടി ഇറങ്ങി വന്നു, ആ ഭാഗം ഞാൻ ഇങ്ങനെ ചിന്തിച്ചപ്പോഴും ധ്യാനിച്ചപ്പോഴും അതിനെക്കുറിച്ച് കർത്താവ് എനിക്ക് ബോധ്യം തന്ന അധ്യായമാണ് ഈ നെഹമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം എന്ന് പറയുന്നത്. എൻ്റെ സമയത്തിന്റെ മുൻപാകെ നിന്നുകൊണ്ട് പരിശുദ്ധാത്മ നിയോഗത്തോടെ പ്രവചന ശബ്ദത്തോടെ ഇടപെടുന്ന ദൂത് കൈമാറി വേഗം തന്നെ ദൈവസന്നിധിയിലിരിക്കുക. ഈ ദിവസങ്ങൾ അതിശക്തമായ ആലോചനകൾ കേട്ടു ബലപ്പെടുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചെങ്കിൽ ഈ പ്രഭാതത്തിന് ഒരുപക്ഷെ ടിവിയുടെ മുമ്പിലായിരിക്കാം നമ്മളായിരിക്കുന്നത്, യാത്രയിലായിരിക്കാം നമ്മളായിരിക്കുന്നത്, ഈ സ്റ്റുഡിയോയ്ക്കകത്തായിരിക്കാം ദൈവമക്കൾ കടന്നു വന്നിരിക്കുന്നത്. നിങ്ങളെ തൊടാതെ ദൈവ സാന്നിധ്യം മടങ്ങുകയില്ല. ഓ റബാല ശന്തരാധരാധിയ ഈ പ്രഭാതത്തിൽ മഹത്വത്തോടെ ഇറങ്ങി നിൽക്കുന്ന ദൈവ സാന്നിധ്യം ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരെ സ്പർശിക്കുവാനും ഓരോരുത്തരെ തൊടുവാനും ഇടയായി തീരും. ഹല്ലേലൂയ. ഈ നെഹമ്യാവിനെ കുറിച്ച് പറയുമ്പോൾ ദൈവം അനുഗ്രഹിച്ച് ഒരു പദവിയിലേക്ക് ആ മനുഷ്യനെ എത്തിക്കുവാനിടയായി തീർന്നു. മനുഷ്യമായി പറഞ്ഞാൽ ഒരു കംഫർട്ട്
സോണിൽ താൻ ആയിരിക്കുക, ഒരു കംഫർട്ട് സോണിൽ, രാജകൊട്ടാരത്തിനകത്തേക്ക് താൻ അവിടെ പ്രവേശിച്ചു. ഹല്ലേലൂയ. ചരിത്രം ഇങ്ങനെ പറയുന്നത്, രാജാവ് കഴിഞ്ഞാൽ രാജ്ഞി, അത് കഴിഞ്ഞാൽ ഉള്ള സ്ഥാനമാണ് നെഹമ്യാവിനുണ്ടായിരുന്നത്. എന്നാൽ ഒരു ആത്മമണ്ഡലത്തെ തുറക്കുവാൻ തനിക്കുണ്ടായിരുന്ന ഒന്നാമത്തെ യോഗ്യത എന്ന് പറയുന്നത്, ആ കംഫർട്ട് സോണിലായിരിക്കുമ്പോഴും തൻ്റെ ജനത്തെക്കുറിച്ച്, തൻ്റെ ദേശത്തെക്കുറിച്ച് അറിയുവാൻ ഒരു വെമ്പല് തൻ്റെ ഹൃദയത്തിനകത്തുണ്ടായിരുന്നു. അവരെങ്ങനെ ഇരിക്കുന്നു, അവരെങ്ങനെ കടന്നു പോകുന്നു, ഏതു സാഹചര്യത്തിലാണ് എൻ്റെ ജനം, ഏത് അനുഭവത്തിലൂടെയാണ് കടന്നു പോകുന്നത്, അതിനെക്കുറിച്ചൊരു ഭാരം തൻ്റെ അകത്തുണ്ടാകുവാനിടയായി. ഒരു സ്വസ്ഥതയായല്ലോ, ഒന്ന് സമാധാനമായല്ലോ, ജീവിതം ഒരു മേഖലയിലോട്ടെത്തിയല്ലോ, ശാന്തമായി അങ്ങനെ മുന്നോട്ട് പോകാമെന്ന് ഒരുപക്ഷെ നെഹമ്യാവിന് ചിന്തിക്കാമായിരുന്നു. ഞാൻ എൻ്റെ സ്വന്തം ദേശത്തല്ലെങ്കിലും ഈ രാജ്യത്തേക്ക് വന്ന് ഒന്ന് ഗതി പിടിച്ചല്ലോ, ഒരു അനുഗ്രഹത്തിലേക്ക് വന്നല്ലോ, ഇതും മതിയല്ലോ എന്ന് ചിന്തിച്ച് തനിക്ക് സ്വസ്ഥത അനുഭവിക്കാമായിരുന്നു. എന്നാൽ ആ സ്വസ്ഥതയ്ക്കകത്ത്, ആ കൊട്ടാരത്തിനകത്ത് തൻ്റെ ഹൃദയത്തിൽ ഒരു വല്ലാത്ത വേദന തന്നെ അലട്ടുവാനിടയായി തീർന്നു. അങ്ങനെ വേദനയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ തിരിച്ചറിഞ്ഞോണം, ഈ തലമുറയിൽ നിന്നെ കുറിച്ചൊരു ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, നിന്നെ കുറിച്ച് ദൈവത്തിനൊരു പ്ലാനുണ്ട്. ദൂത് മനസ്സിലാക്കുന്ന ദൈവമക്കൾ, പ്രതികരിച്ച് കർത്താവിന് നന്ദി പറഞ്ഞാട്ട്, എന്റേതായ വിഷയങ്ങൾ ഒന്നും എനിക്ക് ഇപ്പോഴില്ല, പക്ഷേ എൻ്റെ അകത്തൊരു വേദന, എന്തോ ഒരു ദൈവ പദ്ധതി എന്നെ കുറിച്ചുണ്ട്, എന്തോ ഒരു ദൈവ പ്ലാന് എന്നെ കുറിച്ചുണ്ട്, എന്നെ കുറിച്ച് എന്തോ ഒരു ഉദ്ദേശമുണ്ട്. അനേക ഭക്തന്മാരെ, അനേക ദൈവദാസന്മാരെ കർത്താവ് ഉയർത്തി അനേക മണ്ഡലങ്ങളിൽ കൊണ്ട് ചെന്നെത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഭാഗത്തോട് ചേർന്ന് ചിന്തിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് പഴയ നിയമത്തിൽ ഏലിയാവിന്റെ കാലത്ത് ജീവിച്ച ഒബദ്യാവ് എന്നൊരു മനുഷ്യൻ. താനും കൊട്ടാരത്തിനകത്ത്, ആ കൊട്ടാരത്തിനകത്ത് ആഹാബിനോട് ചേർന്ന് പോയാൽ മതി. എന്നാൽ അങ്ങനെ കൊട്ടാരത്തിനകത്ത് നിൽക്കുമ്പോഴും രാജാവിന്റെ രേഖ വിരോധ ായിരിക്കുമ്പോഴും 100 പ്രവാചകന്മാരെ രാജകൊട്ടാരം അറിയാതെ, ഹല്ലേലൂയ, സൈന്യങ്ങൾ അറിയാതെ മാറ്റി സംരക്ഷിക്കുവാൻ ഒരു ഒബദ്യാവ് തയ്യാറായി. ഹല്ലേലൂയ. അന്ന് രാജകൊട്ടാരത്തിൽ അനേകർ താമസിച്ചെങ്കിലും, അനേകർ ജോലി ചെയ്തെങ്കിലും അവരുടെ പേരൊന്നും ബൈബിളിൽ വരാതിരിക്കുമ്പോൾ ഒരു ഒബദ്യാവിനെ കുറിച്ച് പറയുക, 100 പ്രവാചകന്മാർക്ക് ആശ്വാസമായി അവൻ മാറുവാനിടയായി തീർന്നു. പല രാജ്യങ്ങളിലേക്കും ദൈവം നമ്മളെ അയച്ചു കാണും, ഉന്നതമായ ജോലി നിലവാരങ്ങളിലേക്ക് കർത്താവ് മാറ്റി കാണും. പക്ഷെ ഈ വചനത്തെ ആസ്പദീകരിച്ച് ഒരു കാര്യം ഞാൻ പറയട്ടെ, കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മുടെ സുഖത്തിലും, നമ്മുടെ സന്തോഷത്തിലും, നമ്മുടെ ആനന്ദത്തിലും, നമ്മുടെ ആ കംഫർട്ട് സോണിലും നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതല്ല. നിന്നെ ആ രാജ്യത്ത് എത്തിച്ചതിന് പുറകിൽ, കുഞ്ഞെ നിന്നെ ആ സ്ഥാനത്ത് കൊണ്ടുവന്നതിന് പുറകിൽ, അർഹതയില്ലാത്തടത്ത് നിന്നെ നടത്തി അവിടെ എത്തിച്ചതിന് പുറകിൽ ഒരു ദൈവ പദ്ധതിയുണ്ട്, ഒരു ദൈവ പ്ലാനുണ്ട്. അത് ഈ പ്രഭാതത്തിൽ തിരിച്ചറിഞ്ഞ്, ദൈവമേ നിന്റെ ഉദ്ദേശത്തിലേക്ക് എന്നെ നടത്തണമേ. ദൂതിന്റെ കൂടെ ചാലിച്ചു വരുവാൻ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? ആലോചനയുടെ കൂടെ കയറി വരുവാൻ. നമ്മുടെ തലമുറകളെ, നമ്മുടെ സഭയിലുള്ള ഹല്ലേലൂയ വ്യക്തികളെ പ്രാർത്ഥിച്ച് രാജ്യങ്ങളിലേക്ക് അയക്കാൻ നമുക്ക് വലിയ സന്തോഷമാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ ഇടപെടുവാനിടയായി തീർന്നു. വാലിന് തീ പിടിച്ച കുറുക്കന്മാർക്ക് മാത്രമേ ഹല്ലേലൂയ ജാതീയ ഹല്ലേലൂയ സ്ഥലങ്ങളിലോട്ട് ചെന്ന്, ജാതീയ മേഖലയിലോട്ട് ചെന്ന് കത്തിക്കുവാൻ കഴിയത്തുള്ളൂ. എന്നിട്ട് പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ പറഞ്ഞു, അഭിഷേകമുള്ളവൻ പോയാലേ, ആത്മനിറവുള്ളവൻ പോയാലേ ദൈവരാജ്യത്തിന് അനുഗ്രഹമാകുകയുള്ളൂ. അഭിഷക്തന്മാർ എന്നെ കേൾക്കുന്നുണ്ടല്ലോ, ദൈവസഭ എന്നെ കേൾക്കുന്നുണ്ടല്ലോ, ദൈവമക്കൾ എന്നെ കേൾക്കുന്നുണ്ടല്ലോ. നമ്മുടെ തലമുറകൾ ഏതെങ്കിലുമൊക്കെ മേഖലകളിലേക്ക് പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ തന്നെ, ദൈവമേ നിന്റെ രാജ്യത്തിന്റെ വിസ്തൃതിക്ക് വേണ്ടി, നിന്റെ നാമത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഒരധികാരത്തോടെ, ഒരാത്മ സാന്നിധ്യത്തോടെ, ഒരാത്മഭാരത്തോടെ അവരെ ദൈവം അയക്കണമെന്ന് എത്ര പേർ പ്രാർത്ഥിക്കുവാനിടയാകും?
ഓബദ്യാവ് മരിച്ചു നൂറ്റാണ്ടുകളായിട്ടും ഇന്നും എലിപ്പാസ് ഓബദ്യാവിനെ കുറിച്ച് പറയുന്നു. നെഹമ്യാവ് മരിച്ചു നൂറ്റാണ്ടുകളായിട്ടും ഇന്നും ദൈവദാസന്മാർ നെഹമ്യാവിനെ കുറിച്ച് പറയുന്നു. കാര്യം എന്താണെന്നറിയാമോ? അവർ ജനിച്ച കുലത്തിന്റെ മഹത്വമല്ല, അവർ വഹിച്ച പദവിയുടെ ശ്രേഷ്ഠതയല്ല, അവർ അനുഭവിച്ച നന്മയുടെ വിശേഷതയല്ല, പിന്നെയോ അവരുടെ അകത്തു കത്തിയ ദൈവ സാന്നിധ്യം, അവരുടെ അകത്തു വെളിപ്പെട്ട ആത്മഭാരം തലമുറകളുടെ ചരിത്രത്തിലേക്ക് അവരെ വഴിമാറ്റിവിട്ടെങ്കിൽ ഈ പ്രഭാതത്തിന് സമയം ഒത്തിരി ഉണ്ടായിട്ടല്ല, മറ്റു പല സാഹചര്യങ്ങൾ ഉണ്ടായിട്ടു ദേശത്തെ ഓർത്ത്, കുടുംബങ്ങളെ ഓർത്ത് ആത്മഭാരത്തോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളെ, ആരൊക്കെ മറന്നാലും ദൈവം നമ്മളെ മറക്കത്തില്ല, ആരൊക്കെ ഉപേക്ഷിച്ചാലും കർത്താവ് നമ്മളെ ഉപേക്ഷിക്കത്തില്ല. എന്തു കിട്ടിയെന്ന് ശത്രു കാതിൽ പറയുമ്പോ ഈ പ്രഭാതത്തിൽ അധികാരത്തോട് പറയണം, അഭിഷേകത്തോട് പറയണം, ഒന്നും കിട്ടിയില്ലെങ്കിലും എന്റെ അകത്ത് ആർക്കുമില്ലാത്ത ഒരു വേദനയുള്ളത് കൊണ്ടാ വീട് വിട്ട് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എന്റെ അകത്ത് ആർക്കുമില്ലാത്ത ഒരു ഉള്ളത് കൊണ്ടാ പല സൗഭാഗ്യങ്ങളെയും വിട്ട് ഞാൻ ഈ സാന്നിധ്യത്തിലേക്ക് ഓടി വന്നത്. ആത്മമണ്ഡല ശക്തിയോടെ ചലിക്കട്ടെ, ആത്മനിയോഗങ്ങൾ ശക്തിയോടെ ചലിക്കട്ടെ. അകത്തുള്ള വേദനയെ എടുത്തു മാറ്റി ലോകത്തിന്റെ സുഖങ്ങളിൽ ആനന്ദിക്കുവാൻ, ലോകത്തിന്റെ മേഖലകളിലോട്ട് പോയി അതിനകത്ത് ആഴ്ന്ന് ജീവിക്കുവാൻ ശത്രു ഒരുക്കുന്ന പദ്ധതികൾ പൊട്ടി ഏത് കംഫർട്ട് സോണിനകത്താണെങ്കിലും അതിനകത്ത് ദൈവ പദ്ധതിയുടെ ഒരു ഭാരത്തെ കർത്താവ് ഇംപാർട്ട് ചെയ്യുക. ഇത് വിശപ്പിന്റെ ഒരു ഭാരമല്ല, ഇത് ദാഹത്തിന്റെ ഒരു അനുഭവമല്ല, ഇതെന്തായാലും സാമ്പത്തികം നേടുവാനുള്ള ഒരു വിഷമമല്ല, ഇത് കടഭാരം പോറുവാനുള്ള വേദനയല്ല. ഇത് പറയുമ്പോൾ തന്നെ ഞാൻ പറയട്ടെ, കർത്താവാർക്കും കടക്കാരനല്ല, കർത്താവാർക്കും കടക്കാരനല്ല. നിന്റെ നീറുന്ന വിഷയങ്ങൾ ഈ 100 ദിവസം മാറി നീ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഒരു പക്ഷെ നിന്റെ വിഷയം ഒന്നും നീ പ്രാർത്ഥിച്ചില്ലെങ്കിലും അവൻ ഇറങ്ങി വന്ന് നമുക്കും നമ്മുടെ തലമുറയ്ക്കും വേണ്ടി ഒരു ശുഭയാത്രയും ഒരുക്കുന്ന ദൈവമാ. ആത്മതലത്തിലോട്ടൊന്ന് കയറിയാട്ട്, ആത്മമേഖലയിലോട്ടൊന്ന് കയറിയാട്ട്. ശത്രു കാതിൽ പറയുന്ന നെഗറ്റീവ് വർത്തമാനങ്ങളെ ഉള്ളിൽ ഗ്രഹിക്കാതെ എനിക്കൊരു ദൈവമുണ്ട്, എനിക്കൊരു ദൈവമുണ്ട്, എനിക്കൊരു ദൈവമുണ്ട്. ഈ ഭക്തൻ ഒന്നാമത് ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ഈ വേദന അകത്തു വന്നപ്പം കൊട്ടാരത്തിനകത്തായിരിക്കുകയല്ല, താൻ അന്വേഷിക്കാൻ തുടങ്ങി, താൻ അന്വേഷിക്കാൻ തുടങ്ങി, താൻ അന്വേഷിക്കാൻ തുടങ്ങി. തൻ്റെ ജനത്തിൻ്റെ അവസ്ഥ താൻ അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ അന്വേഷിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇന്നു പകൽ അവരെ പരിശുദ്ധാത്മാവ് നോക്കുക, അവരെ പരിശുദ്ധാത്മാവ് നോക്കുക. എൻ്റെ ജനം എങ്ങനായിരിക്കുന്നു, എൻ്റെ കുടുംബം എങ്ങനായിരിക്കുന്നു, എൻ്റെ തലമുറ എങ്ങനായിരിക്കുന്നു, എൻ്റെ ദേശം എങ്ങനായിരിക്കുന്നു. മറ്റുള്ളവരെ കുറിച്ചുള്ള മൈനസുകൾ അറിയാനുള്ള അന്വേഷണമല്ല, ഇന്ന ദൈവദാസൻ ഇങ്ങനെ പരാജയപ്പെട്ടല്ലോ എന്ന് കേൾക്കുവാനുള്ള അന്വേഷണമല്ല, പിന്നെയോ ജനത്തിന്റെ വിടവുകളെ, ജനത്തിന്റെ ശൂന്യതകളെ, ജനത്തിന്റെ തകർച്ചകളെ അറിയുവാൻ താനൊരു അന്വേഷണം ആരംഭിച്ചു, താനൊരു അന്വേഷണം ആരംഭിച്ചു. അങ്ങനെ അന്വേഷിച്ചവൻ അറിഞ്ഞു. എല്ലാവർക്കും അറിവ് കൊടുക്കുന്നവനല്ല ദൈവം, കേട്ടോ. എല്ലാവർക്കും അറിവ് കൊടുക്കുന്നവനല്ല ദൈവം. അന്വേഷിക്കുന്നവർക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്നവനാ നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഞാൻ എൻ്റെ സന്ദേശങ്ങളിൽ പലപ്പോഴും പറയുന്ന ഒരു വാക്ക് ഇങ്ങനെയുണ്ട്: ആ വഴികരികിൽ ഒത്തിരി പേര് നിലവിളിച്ചെങ്കിലും, ഒത്തിരി പേര് ഇരുന്ന് ഭിക്ഷയാദിച്ചെങ്കിലും, ഒരുവന്റെ നിലവിളിക്ക് മുമ്പിൽ യേശു നിന്നു. അവൻ ഇങ്ങനെ വിളിച്ചു: ദാവീദ് പുത്ര, എന്നോട് മനസ്സലിയണമേ. ഇന്നു പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, വഴികരികയില് യാതൊരു അറിവുമില്ലാത്തവൻ നസ്രേനെ കുറിച്ച് ഒരു അറിവ് കിട്ടിയപ്പോ, നിലവിളിച്ചപ്പോ ദൈവം നിന്നിയെങ്കിൽ, ദൈവത്തിന്റെ മക്കളായ നമ്മൾ വില കൊടുത്ത് സമയം ചെലവിട്ട് ദൈവത്തോടുള്ള ബന്ധത്തിൽ ഈ പ്രഭാതത്തിലായിരിക്കുമ്പോ നിന്റെ വിളിയുടെ മുമ്പിൽ കർത്താവ് നിന്നിരിക്കോ.
ഓ രബാല ശാന്തരാധരാധരാധരാധര ഉടബാലബ ശാന്തരാധരാധിയാലഘടക. നാളുകളായി മറുപടി കിട്ടാത്ത, നാളുകളായി പരിഹരിക്കപ്പെടാത്ത വിഷയങ്ങളെ കർത്താവ് കൈകാര്യം ചെയ്യുന്ന ദിവസങ്ങളാ, കർത്താവ് കൈകാര്യം ചെയ്യുന്ന ദിവസങ്ങളാ. ഞാൻ ഇങ്ങനെ മനസ്സിലാക്കുന്നു, ഈ 100 ദിവസം മാറി നിൽക്കുന്നത് തന്നെ, മാറി ദൈവസന്നിധിയിൽ ഇരിക്കുന്നത് തന്നെ ഒരു അത്ഭുതമാണെങ്കിൽ, നിങ്ങളുടെ ഒട്ടും സമയം കളയാതെ അധികം പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമെങ്കിൽ, അധികം ആത്മാവിൽ പോരാടുവാൻ തയ്യാറാകുമെങ്കിൽ, കർത്താവ് തന്റെ മക്കൾക്ക് വേണ്ടി, തന്റെ ദാസന്മാർക്ക് വേണ്ടി, തന്റെ ജനത്തിനു വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുവാൻ ശക്തൻ. കൊട്ടാരം കൊണ്ട് താൻ ഒതുങ്ങുകയല്ല, കൊട്ടാരം കൊണ്ട് താൻ ഒതുങ്ങുകയല്ല. ഓ ഹല്ലേലൂയ. ഓ മൊർദെഖായി ഒരു ദൂത് കൈമാറിയപ്പോ എസ്തേറിന് അത്രയുമോട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. പക്ഷേ എസ്തേറിന്റെ കണ്ണിലേക്ക് നോക്കി, എസ്തേറിന്റെ മുഖത്തോട്ട് നോക്കി മൊർദെഖായി ഇങ്ങനൊരു ആലോചന കൈമാറി. യഹൂദന് വേറൊരിടത്തുനിന്ന് രക്ഷപ്പെടും, രക്ഷപ്രാപിക്ക് ലഭിക്കും, എന്നാൽ നീയും നിന്റെ കുടുംബവും നശിക്കുവാനിടയായി തീരും. ദൂത് ഏറ്റെടുക്കുവാൻ അല്പം മടിയായി വെക്ക്. കാരണം സാഹചര്യം മാറിയല്ലോ, അനുഭവങ്ങൾ മാറിയല്ലോ. ഇന്നലത്തെ അനുഭവങ്ങളല്ല, ഇന്ന് അവസ്ഥകളും സാഹചര്യങ്ങളും ഒക്കെ മാറി. അതുകൊണ്ട് ഈ ആലോചന അത്രത്തോളം ഏറ്റെടുക്കണ്ട. ഇതെന്നെ സംബന്ധിക്കുന്നതല്ല എന്ന് ഒഴിവാക്കിയപ്പോ ഭക്തൻ വിരൽ ചൂണ്ടി പറഞ്ഞ ആലോചന മുമ്പിൽ അവളെ തന്നെ സമർപ്പിക്കുവാനിടയായി തീർന്നു. ചില ആലോചനകൾ വരുമ്പോ, ദേശത്തെക്കുറിച്ചുള്ള ചില ദൂതുകൾ വരുമ്പോ, രാജ്യത്തെക്കുറിച്ചുള്ള ചില ദൈവിക ഇടപെടലുകൾ വരുമ്പോ, അതെനിക്കുള്ളതല്ല, എൻ്റെ കംഫർട്ട് സോണിലോട്ട് ഞാൻ മാറുക എന്നാരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ നിങ്ങളെ വിരൽ ചൂണ്ടിക്കൊണ്ട് ആത്മാവിങ്ങനെ ദൂത് കൈമാറുക. ദേശത്തിന് വിടുതൽ എങ്ങോട്ടെങ്കിലും വരും, രാജ്യത്തിന് വിടുതൽ എങ്ങനെയും വരും. എന്നാ നീ ദൈവ പദ്ധതിക്കകത്തുള്ളവനാ, ദൈവ പ്ലാനിനകത്തുള്ളവനാ. അതിൽ നിന്ന് നീ മാറിയ അതിന്റെ തകർച്ച നിനക്ക് നേരിടേണ്ടതായി വരും. എന്നാൽ ഇന്ന് രാത്രി ഈ പ്രഭാതത്തിൽ മുൻനിരയിലേക്ക് നിൽക്കുക. കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുമ്പോ ചിലരെ ദൈവം മുന്നിലേക്ക് കൊണ്ടുവരുന്ന നിമിഷങ്ങളാ. ഇവിടെ വ്യാപരിക്കുന്ന ശക്തമായ ദൈവ സാന്നിധ്യം, ഇവിടെ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നിറവ്. precious Holy Spirit is moving. അവന്റെ സാന്നിധ്യം കുടുംബങ്ങളിലേക്ക് ഇറങ്ങട്ടെ, വ്യക്തികളിലേക്ക് ഇറങ്ങട്ടെ. നമ്മുടെ വിഷയം എത്ര ദൂരത്താണെങ്കിലും തിരിച്ച് ഞാൻ ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ എന്റെ ഭവനത്തിന്റെ അവസ്ഥ എന്താകുമെന്ന് ചിന്തിച്ചിരിക്കുമ്പോ ഇന്ന് പകൽ ഇവിടെ ഇറങ്ങി നിൽക്കുന്ന ദൂതന്മാർ നിന്റെ ഭവനങ്ങളിലേക്ക് കർത്തൃ സാന്നിധ്യം അവിടെ കയക്കുക. നമ്മുടെ കർത്താവ് ദൂതന്മാരെ നമ്മുടെ ഭവനങ്ങളിലേക്ക് അയക്കുക. ഈ നെഹമ്യാവ് ഒന്ന് വിഷയത്തെ അന്വേഷിച്ചു. 1-ാം അധ്യായം നിങ്ങൾ സാവകാശം വീട്ടിൽ പോയി പരിശോധിച്ചാൽ മതി. അല്ലെ ഈ ദിവസങ്ങളിൽ സന്ദേശങ്ങൾ കേൾക്കുന്നത് കൊണ്ട് അതെടുത്തെടുത്ത് പറയേണ്ട കാര്യമില്ല. 2-ാമതായി ആ വിഷയത്തെ താൻ അറിഞ്ഞു. 3-ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് താൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ മുമ്പ് വചനം സംസാരിച്ച കർത്തൃദാസൻ ആ ഭാഗങ്ങളെ തൊട്ടതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് അധികം വരുന്നില്ല. എന്നാൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കാനിടയായി തീർന്നു. രാജാവ് കഴിഞ്ഞാൽ രാജ്ഞി, അത് കഴിഞ്ഞാലുള്ള സ്ഥാനം നെഹമ്യാവിനാ. ഒരു MLA എന്നോട് പറയുക, അല്ലെങ്കിൽ ഉയർന്ന പദവിയിലുള്ള ഒരു വ്യക്തി എന്നോട് പറയുക, സാറേ പാസ്റ്ററേ എന്തെങ്കിലും വിഷയമുണ്ടായാൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ, പോലീസ് ഒന്ന് തടഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ വണ്ടിക്ക് ഒരു ഫൈൻ അടിച്ചാൽ എൻ്റെ ഉള്ളിൽ ആദ്യം വരുന്ന ചിന്ത, ഇന്ന MLA എന്നോട് ഇന്നത് പറഞ്ഞായിരുന്നല്ലോ, ഇന്ന MP എന്നോട് ഇന്നത് പറഞ്ഞായിരുന്നല്ലോ. ഈ വിഷയത്തെ അറിഞ്ഞപ്പോൾ നെഹമ്യാവിന്റെ കണ്ണുപോയത് ലോകത്തിന്റെ രാജാവിലേക്കല്ല, സ്വർഗീയ രാജാവിലേക്കാ. എത്ര പേർക്ക് മനസ്സിലാകുന്നു? എനിക്കൊരു MLA പേഴ്സണലായിട്ട് അറിയത്തില്ല, എനിക്കൊരു MBA പേഴ്സണലായിട്ട് അറിയത്തില്ല. പക്ഷേ നെഹമ്യാവിന് ഏറ്റവും അടുത്തറിയാവുന്ന രാജാവ് നിയറായിട്ടുണ്ട്, ഏറ്റവും അടുത്തുണ്ട്. എന്നാൽ ആ രാജാവിനോടല്ല തന്റെ വിഷയം പറയുന്നത്, തന്റെ ദൈവത്തോടാ. ആ ഇന്റിമസി ഒന്ന് നോക്കിക്കേ, ആ ഇന്റിമസി ഒന്ന് നോക്കിക്കേ. ഈ തലമുറയെ നോക്കി പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്ന ഒരു പ്രവചനം ഇന്ന് പകൽ ദൈവമക്കൾക്ക് കൈമാറുക. ദൈവത്തോട് ആഴമായ അടുപ്പമുള്ള
ദൈവത്തോട് ആഴമായ അടുപ്പമുള്ള ലോകത്തിലെ രാജാക്കന്മാരോടല്ല, ലോകത്തിലെ അധികാരസ്ഥന്മാരോടല്ല, ലോകത്തിലെ പ്രസ്ഥാനത്തിനോടല്ല, ലോകത്തിലെ നേതാക്കന്മാരോടല്ല, ദൈവത്തോട് ആഴമായ അടുപ്പമുള്ള ഒരു തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ് ചക്കും ചക്കാലയും കൂടെ കറങ്ങുമ്പോ ദൈവമുഖത്തേക്ക് നോക്കുകയല്ല. ഒരു വിഷയം വന്നപ്പോ ദൂതിന്റെ കൂടെ എത്ര ദൈവമക്കൾക്ക് കയറി വരാൻ ഒക്കുന്നുണ്ട്. അക്ഷരീകമായ രാജാവ് എന്റെ വാക്കിൽ പറഞ്ഞാൽ അടുത്ത മുറിയിലുണ്ട്. ആ രാജാവിന്റെ അടുത്തേക്ക് പോകല്ല, അതിനെക്കാട്ടിൽ അടുത്ത് ഒരു സ്വർഗീയ പിതാവ് തനിക്കൊണ്ടെന്ന് ഉറപ്പ് നെഹമ്യാവിന് ഉണ്ടായിരുന്നു. ചില മണിക്കൂറുകൾ കഴിയുമ്പോ ഈ 100 മണിക്കൂറത്തെ പ്രാർത്ഥന തീരുക. എത്ര പേർക്ക് ദൈവത്തെ അടുത്തറിയാൻ കഴിയുന്നുണ്ട്? എത്ര പേർക്ക് ദൈവത്തെ അടുത്തറിയാൻ കഴിയുന്നുണ്ട്? ഈ 100 മണിക്കൂർ ദൈവത്തോട് അടുക്കുന്ന നിമിഷങ്ങളാകട്ടെ. പരിശുദ്ധാത്മാവിനെ രുചിച്ചറിയുന്ന, ആത്മമേഖലയെ രുചിച്ചറിയുന്ന, ആത്മ സാന്നിധ്യത്തെ രുചിച്ചറിയുന്ന കണ്ട് കേട്ടു മടങ്ങുന്ന കാലം കഴിഞ്ഞുപോയി. യേശുവിനെ അനുഭവിക്കുന്ന, ദൈവ സാന്നിധ്യത്തെ അനുഭവിക്കുന്ന, ദൈവ നിറവിനെ അനുഭവിക്കുന്ന ഒരു തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കുക. രാജാവ് കേൾക്കാത്ത മുഴക്കം മുട്ടിന്മേലിരുന്ന ഭക്തൻ കേട്ടു. ദേശത്തെ പെയ്യ്ക്കുന്ന വലിയ മഴയുടെ മുഴക്കം തൻ്റെ ചങ്കിനകത്ത്, തൻ്റെ ഹൃദയത്തിനകത്ത് മുഴങ്ങാൻ തുടങ്ങി. ഈ ദിവസങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് ദൈവസന്നിധിയിരിക്കുന്ന ദൈവമക്കളെ നോക്കി പരിശുദ്ധാത്മാവ് ഒരു ചോദ്യം ചോദിക്കുക. ദൈവ ശബ്ദത്തെ സെൻസ് ചെയ്യാൻ ഒക്കുന്നുണ്ടോ? ദൈവ ശബ്ദത്തെ സെൻസ് ചെയ്യാൻ ഒക്കുന്നുണ്ടോ? അതോ കണ്ടും കേട്ടും മടങ്ങുകയാണോ? ആഴമായ ദൈവാനുഭവത്തിലേക്ക് ദൈവം നമ്മളെ മാറ്റുക. ആഴമായ ദൈവിക അനുഭവത്തിലേക്ക് ദൈവം നമ്മളെ മാറ്റുക. പലരും കിടന്നുറങ്ങുമ്പോ നിന്റെ ഭവനത്തിനകത്ത് നീ ഉറങ്ങാതെ ഈ ടിവിയുടെ മുൻപാകെ ആയിരിക്കുമ്പോ നീ സ്പെൻഡ് ചെയ്യുന്ന സമയം നഷ്ടമല്ല. പക്ഷെ പരിശുദ്ധ ഒരു ചോദ്യം ചോദിക്കുക. ശ്രദ്ധ മാറ്റാതെ കർത്താവിന്റെ മുഖത്തേക്ക് തന്നെ നോക്കുകയെങ്കിൽ ഒരു ശബ്ദത്തെ നീ അറിയാൻ പോകാം. വെയിലാറുമ്പോ ഏദൻ തോട്ടത്തിലേക്ക് അപ്പച്ചൻ ഇറങ്ങി വരുന്ന ശബ്ദം ആദമും ഹവ്വായും കേൾക്കുമായിരുന്നു. ഈ ശബ്ദം കേൾക്കുമ്പം ഓടി അപ്പന്റെ അടുത്തേക്ക് ആദമും ഹവ്വായും വരുമായിരുന്നു. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? അപ്പനോട് കൂട്ടായ്മയായിരിക്കാൻ. അതാ ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത്. അതാ ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത്. നീ ദൈവ സാന്നിധ്യത്തിനകത്ത്, നീ ദൈവ സാന്നിധ്യത്തിനകത്ത്, ഒരു ദൈവ പൈതൽ ദൈവ സാന്നിധ്യത്തിനകത്ത്, ഒരു അഭിഷേകൻ ദൈവ സാന്നിധ്യത്തിനകത്ത് 24/7 ചേർന്നിരിക്കുന്നതിനെയാണ് ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത്. എന്നാൽ ഒരു ദിവസം അപ്പച്ചൻ ഇറങ്ങി വന്ന് നടന്നപ്പോൾ ആദമിനും ഹവ്വായ്ക്കും അടുക്കാൻ കഴിയുന്നില്ല. അതെന്താ ആദമേ ഹവ്വായെ അടുക്കാൻ ഒക്കാത്തത്? അപ്പൻ നിങ്ങളെ വിലക്കിയോ? ദൈവം നിങ്ങളെ വിലക്കിയോ? ആരാ നിങ്ങൾക്ക് വിലക്ക് കൽപ്പിച്ചത്? ഇന്നലകളിൽ ഓടി അണഞ്ഞ നിങ്ങളെന്താ ഇന്ന് ഓടി വരാത്തത്? ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയാമോ? അതിനിടയ്ക്ക് ദൈവഹിതമില്ലാത്തത് സംഭവിച്ചു. ദൈവഹിതമില്ലാത്തത് സംഭവിച്ചു. ഈ 100 ദിവസത്തെ പ്രാർത്ഥനയിൽ, ഈ 100 മണിക്കൂറത്തെ പ്രാർത്ഥനയിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് എന്താണെന്നറിയാമോ? അപ്പനുമായി അടുക്കുക, തടസ്സമായി നിൽക്കുന്ന മണ്ഡലങ്ങളെ വെട്ടിമാറ്റി ദൈവ സാന്നിധ്യത്തോടെ ദൈവജനം അടുക്കുന്ന, ദൈവദാസന്മാർ അടുക്കുന്ന ദൈവ സാന്നിധ്യം വഹിക്കുന്ന ഒരു തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കുക. ഈ 100 മണിക്കൂർ പ്രാർത്ഥനയെ തന്നെ ദേശത്തെ ചലിപ്പിക്കുന്ന ഒരു ഉണർവാക്കി ദൈവം മാറ്റുമെങ്കിൽ ഇതിനകത്ത് ദൈവമായി ആഴമായി ബന്ധമുള്ള ഒരു തലമുറയെ ദൈവാത്മാവ് എഴുന്നേൽപ്പിക്കുന്ന സീസണാ. അതിനകത്ത് ഞാനുണ്ടെന്ന് പറ. പരിശുദ്ധാത്മാവ് ഇങ്ങനെ പ്രവചിച്ചു പറയുക. ഇതുവരെ വെളിപ്പെടാത്ത ഒരു തലമുറ വെളിപ്പെടാനുള്ള കാലമായി. ഇതുവരെ വെളിപ്പെടാത്ത ഒരു തലമുറ പുറത്തു വരാനുള്ള കാലമായെന്ന് ആത്മാവ് എന്നോട് പ്രവചിക്കാൻ പറയുക.
Harama Shadana Ragade Derege Banagasu Hanga Kadaga Shamdaro Viamdara Ravudaba Araga Regatsi Atura Vaudaba Namada Shariate Karangana Adeva Sanitete Tiricharia Adindu Bagar Roga Saukemai Velipediga Adindu Bagal Kettale Arakana Shakti Velipediga Nalagalai Ningada Kudumate Changale Kitadu Bendichivechek and the Mandalanga Ibuda Yabarik and Adma Saniteta Abishatan Maramed Velipeda Deva Ravina in the Bagal Potibara ചങ്ങലകൾ പൊട്ടുന്ന ശബ്ദങ്ങൾ നിങ്ങളുടെ കാതിൽ കേൾക്കട്ടെ. ഹാരബാലാശാന്തേരിയാം സേദൂനിയാം ഭേരേദേ അടബ ശദന ബൗഡബ രഗടക സിയംതര ബൗഡബ അടബ ലഗടക സിയംതര ബൗഡബ ലഗടക അരഗ ശംതര ദരാദിയാ ലഗടക സിയതര ബൗഡബ. ദൈവത്തിന് വേണ്ടി നിന്ന ഭക്തൻ, ദൈവത്തിന് വേണ്ടി നിന്ന ഭക്തൻ ആരും കേൾക്കാത്ത ശബ്ദം തന്റെ ഹൃദയത്തിൽ കേൾക്കാനിടയായി. തൻ്റെ അകത്ത കേൾവി ചലനമായി മാറുവാനിടയായി. പ്രത്യക്ഷമായ ഒരു മഴ പെയ്തു കാണത്തില്ല. ഈ 100 മണിക്കൂറുകൾ കർത്താവേ തീരാൻ പോവുകയാണല്ലോ. എൻ്റെ വിഷയത്തിനൊരു മറുപടിയായില്ലല്ലോ, എൻ്റെ പ്രതിസന്ധിക്കൊരു മറുപടിയായില്ലല്ലോ, എൻ്റെ കണ്ണുനീര് തുടയ്ക്കുന്ന ഹല്ലേലൂയ അനുഭവങ്ങളൊന്നും വെളിപ്പെട്ടിട്ടില്ലോ എന്ന് നീ പറയുമ്പോൾ ഇന്ന് പകൽ ദൈവം പറയുക, അവൻ അയച്ചൊരു ശബ്ദം വെളിപ്പെട്ടിട്ടുണ്ട്, അവൻ അയച്ചൊരു ശബ്ദം വെളിപ്പെട്ടിട്ടുണ്ട്. അത് ആത്മാവിൽ തിരിച്ചറിയാൻ കഴിയുന്ന ദൈവമക്കൾ പ്രതികരിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. പരിശുദ്ധാത്മാവേ, ഇത് നിങ്ങളുടെ സമയമാണ്, ഇത് അങ്ങയുടെ സമയമാണ്. മഹത്വത്തോടെ നിന്റെ ജനത്തിന്മേൽ വരിക. നാളുകളായി ഇവരെ ഒതുക്കിയ, നാളുകളായി ഇവരെ ബന്ധിച്ച, നാളുകളായി ഇവരുടെ വഴികളെ തടഞ്ഞ, ഇവരുടെ തലമുറകളെ വഴിതിരിച്ചു വിട്ട പൈശാചിക മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഈ പ്രാർത്ഥനയിൽ അഴിയട്ടെ. ഈ പ്രാർത്ഥനയിൽ അവന്റെ കെട്ടുപൊളിച്ച് പുറത്തു പോകട്ടെ. ശക്തമായ ആത്മമേഖലയെ ദൈവം തുറക്കുക, ശക്തമായ ആത്മമേഖലയെ ദൈവം തുറക്കുക. രക്തം ജയമെടുക്കുന്നു, രക്തം ജയമെടുക്കുന്നു, രക്തം ജയമെടുക്കുന്നു. അപ്പം നെഹമ്യാവിന്റെ അടുപ്പം നോക്കണേ. പള്ളിയില്ലാത്ത, ദേവാലയമില്ലാത്ത, പുരോഹിതന്മാരില്ലാത്ത, കൂടെ ഫെലോഷിപ്പിന് ആൾക്കാരില്ലാത്ത ഒരു ജാതീയ രാജ്യത്ത് വന്നിട്ടും ദൈവത്തോടുള്ള ബന്ധം കുറഞ്ഞില്ല, ദൈവത്തോടുള്ള ബന്ധം കുറഞ്ഞില്ല. അനുകൂലമായ സാഹചര്യങ്ങൾ തനിക്കൊന്നുമില്ല. എന്നാൽ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകുക സകല സാഹചര്യങ്ങളും ഉള്ളപ്പോൾ, ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകുക സകല സാഹചര്യങ്ങളും ഉള്ളപ്പോഴും ഹല്ലേലൂയ ഒരു വിഷയം തന്നെ അലട്ടാൻ തുടങ്ങിയപ്പോ ലോകത്തിന്റെ രാജാവിന്റെ അടുത്തേക്കല്ല പോയത്, സ്വർഗത്തിന്റെ മുമ്പില് കരയാൻ തുടങ്ങി, സ്വർഗത്തിന്റെ മുമ്പില് ഉപവസിക്കാൻ തുടങ്ങി, സ്വർഗത്തിന്റെ മുമ്പില് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ പ്രഭാതത്തിൽ ദൈവമക്കളെ തൊട്ടൊരു ദൂത് പറയട്ടെ, നമ്മുടെ വിഷയത്തിന് ലോകത്തിലെ ആരെയും കൊണ്ട് പരിഹരിക്കാൻ കഴിയത്തില്ല. നമ്മുടെ തലമുറയുടെ പ്രതിസന്ധിയെ മാറ്റാൻ ലോകത്തിലെ ഒരുവനും കഴിയത്തില്ല. ഇന്ന് പകൽ അവൻ ചില ആശ്വാസം പറയാനേ ഒക്കത്തുള്ളൂ. എന്താ മറുപടി തരാൻ കഴിയുന്ന ഒരുവൻ ഈ പ്രഭാതത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. നീറുന്ന വേദനയോടായിരിക്കുന്ന ദൈവമക്കളുടെ ഭവനങ്ങളിലേക്ക് അവന്റെ സാന്നിധ്യത്തിന്റെ മഹത്വം ഇറങ്ങുന്നു, അവന്റെ സാന്നിധ്യത്തിന്റെ മഹത്വം ഇറങ്ങുന്നു, അവന്റെ സാന്നിധ്യത്തിന്റെ മഹത്വം ഇറങ്ങുന്നു. ഞാൻ എന്റെ വിഷയത്തിന് മറുപടി കിട്ടിയിട്ട് ദൈവ സാന്നിധ്യം വിട്ട് മാറത്തുള്ളെന്ന് ഇറങ്ങത്തുള്ളെന്ന് തീരുമാനമെടുത്ത ദൈവമക്കളെ തൊട്ടാലോചന പറയുക. ഈ പ്രാർത്ഥനയിൽ തന്നെ നിന്റെ വിഷയത്തിന് മറുപടി ദൈവം നൽകിയിരിക്കും. രക്തം ജയം, രക്തം ജയം, രക്തം ജയം, രക്തം ജയം. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം, അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം, അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം, അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ദൈവത്തോടുള്ള നെഹമ്യാവിന്റെ ഇന്റിമസി നോക്കണം. അങ്ങനൊരു തലമുറയെ എഴുന്നേക്കേണ്ടത്, അങ്ങനൊരു തലമുറയെ എഴുന്നേക്കേണ്ടത്. എനിക്ക് ഇന്നാളുമായിട്ട് ഭയങ്കര ബന്ധമാ, എനിക്ക് ഇന്നാളുമായിട്ട് ഭയങ്കര കൂട്ടായ്മയാ എന്ന് പറയുന്നവരല്ല എഴുന്നേൽക്കേണ്ടത്. എനിക്കെന്റെ ദൈവവുമായി, എനിക്കെന്റെ ദൈവവുമായി, എനിക്കെന്റെ ദൈവവുമായി, എനിക്കെന്റെ ദൈവവുമായി മണിക്കൂറുകൾ ആത്മാവിൽ ഇരിക്കുന്ന, മണിക്കൂറുകൾ ആത്മാവിൽ പോരാടുന്ന, മണിക്കൂറുകൾ ആത്മാവിൽ സഞ്ചരിക്കുന്ന അങ്ങനെ ഒരു ആത്മതലത്തെ കർത്താവ് തുറക്കുക, അങ്ങനെ ഒരു ആത്മമേഖലയെ എന്റെ ദൈവം തുറക്കുക.
Oh, Shibata, Handara, Daradia, oh, Riba, Lagadagasia, Tada, Baudabalaba, Udaba, Shada, Ragadagasia, either Parayumbo, they were many very part of Ganikia, they were many very part of Ganikia, or golden key, they were not a very part of Ganikia, either by a Torakata Vadaliga, the recommended Toraka, golden key, you might do the Maragi on the Tunda, do the Maragi on the Tunda. Shidala Turija Ladara Baudaba Sadara Baudaba Araba Shadara Baudaba Ratara Baudaba Audaba Rashatara Bauda the Etum Velagotirika the Samangalaida they were Makaletum Velagotirika the Samangalaida Apachanaragi on the Tonda Apachanaragi on the Tonda other Tirichari in the Stalagala Parimigale Maranda in the Pagal Devate Aradikimenge Devate Studikimenge Avada Shakti Adija Magata Tore Ningrabel Veliparagia ha 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 Shadara Dara Jarada Dada Adaba Sandara Dara Dia Adaba Shamdara Digadagasia Oh Ribalaba Shemana Tiadagadaga Ha Avan Devatodu Vratia Turanula Wakigal Namal Vaichale Ah Devate Kuricha Nallora River Nehemia with Undaidinu Onama Diatere Karimanani Paranada Ah Devate Kurcha Nalla River നെഹമ്യാവിന് ഉണ്ടായിരുന്നു. എത്ര ദൈവമക്കൾക്ക് നമ്മുടെ അരിമനാഥനെ കുറിച്ച് ഒരു അറിവുണ്ട്, നമ്മുടെ കർത്താവിനെ കുറിച്ച് ഒരറിവുണ്ട്. ക്രൂശിൽ ആ വേദന സഹിക്കുമ്പോഴും യേശുവൊപ്പം നോക്കുന്നത് മറിയയുടെ മുഖത്തേക്കാ. തൻ്റെ ആദ്യജാതനെ നഷ്ടപ്പെടുന്ന വേദന മറിയയുടെ മുഖത്തുനിന്ന് വായിച്ചെടുത്ത് യേശുനാഥൻ താൻ ഏറ്റവും സ്നേഹിച്ച യോഹന്നാനെ ഇങ്ങോട്ട് അടുത്തോട്ട് വിളിച്ചിട്ട് മറിയെ കേൾപ്പിച്ചു കൊടുക്കുക. എത്ര പേർക്ക് മനസ്സിലാകുന്നു ആ ക്രൂശിൽ അതിവേദനയിലൂടെ കടന്നു പോകുമ്പോഴോ അതിഭാരത്തിലൂടെ കടന്നു പോകുമ്പോഴോ തൻ്റെ വേദന അതല്ലായിരുന്നു, തൻ്റെ അടുത്തു നിന്ന സഹോദരിയുടെ വേദന, തൻ്റെ അടുത്തു നിന്ന മാതാവിന്റെ വേദന. ഓ അതിലേക്കാണ് തൻ്റെ ചിന്ത പോയത്. അങ്ങനെ ഒരു അരിമനാഥനെ സേവിക്കുക, അങ്ങനെ ഒരു അരിമനാഥനെ എന്റെ ദൈവമേ എന്ന് വിളിക്കുക ഭാഗ്യം ലഭിച്ച ദൈവമക്കൾ അതരങ്ങളെ തുറന്ന് കരങ്ങളെ ഉയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഓ ശബലബലബല സന്ദരാദരാദിയ അടബലബലബ ശന്ദരാദരാദിയ അടബലബ ശന്ദരാദരാദിയ അലക ഉടബാലകടക സിയതര ബൗഡബാലക. ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ പരിശോധിച്ച് നോക്ക് ദൈവമക്കളെ. ഇത് പ്രസംഗിക്കുവാൻ വേണ്ടി തന്ന പുസ്തകമല്ല, നമുക്ക് ജീവിക്കുവാൻ വേണ്ടി തന്ന ദൈവത്തിന്റെ വചനമാ. നിരാശയുടെ മൂടുപടങ്ങളെ കർത്താവ് പൊളിക്കുക, ഇരുളിന്റെ മേഖലകളെ കർത്താവ് പൊളിക്കുക. നാളുകളായി നിനക്കതിരിട്ട് നിനക്ക് പരിധിയിട്ട് നിന്നെ ബന്ധിച്ച മണ്ഡലങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ ഇവിടെ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അധികാരത്ത്, ദൈവത്തിന്റെ ആത്മസാന്നിധ്യത്ത് അഭിഷക്തന്മാർ ഒന്നിച്ച്, ദൈവജനം ഒന്നിച്ച് അതിന്റെ മേൽ ജയമെടുക്കുക. Rudabala Shamde Rigasatori Ambaba Audama Regada Ramana Shagana Audaba Regada Digana Auda Badaga Sadana Bauda Baba Sandaradia ദൈവത്തെ കുറിച്ച് ഭയങ്കരമായ അറിവുള്ള മനുഷ്യൻ. അതാ തന്നെ പ്രാർത്ഥനയിലോട്ട് അടുപ്പിച്ചത്. രാജാവിനെ കുറിച്ച് അവൻ അറിയാം, ആ രാജ്യത്തെ കുറിച്ച് അവൻ അറിയാം. പക്ഷേ ദൈവകൃപയിൽ തന്നെ നിർത്തിയത്, ആ ദൈവവുമായുള്ള ഇന്റിമസി തന്നെ വളർത്തിയത് എന്താണെന്നറിയാമോ? തൻ്റെ ദൈവത്തെ കുറിച്ചുള്ള തൻ്റെ അറിവാ. എത്ര പേർക്ക് മനസ്സിലായി? നമ്മൾ ആശ്രയിച്ച പലരും വഴിയിൽ നമ്മളെ ഇട്ടേച്ചു പോയിട്ടുണ്ട്. നമ്മൾ സഹായിക്കുമെന്ന് ചിന്തിച്ച പലരും ജീവിതത്തിന്റെ പരിവരുത്ത അനുഭവങ്ങളിൽ നമ്മളെ കണ്ടിട്ട് കാണാതെ പോയിട്ടുണ്ട്. എന്നാൽ ലോകാവസാനത്തോളം നിങ്ങളോടുകൂടെ ഇരിക്കാമെന്ന് അരുളി ചെയ്ത അരിമനാഥൻ ലോകത്തിലെ ആര് മറന്നാലോ, ലോകത്തിലെ ആരുപേക്ഷിച്ചാലോ, വാക്കു പറഞ്ഞ പലരും മാറിയിട്ടോ മാറാത്തവരായി നമുക്ക് വേണ്ടി ഉണ്ടെങ്കിൽ ഈ 7 മാസങ്ങൾ ഈ വർഷം തീരാനുണ്ടെങ്കിൽ ദൈവത്തിന്റെ അത്ഭുതങ്ങളെ ഒരു പരമ്പര തന്നെ ദൈവമക്കൾക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്തും. ദൈവദാസനെ, ഓ ദൈവസഭേ, 6 മാസം വരെ ഞങ്ങൾ പരാജയത്തിനാ പോയത്, ഇതുവരെ ഞങ്ങൾ തകർച്ചയിലാ പോയത്. പ്രതീക്ഷയ്ക്കൊരു വക കാണുന്നില്ല. ഇന്ന് ഹാലൽ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നിന്നോട് തൊട്ടു പറയുക. ഓ ഹല്ലേലൂയ, ഈ ലൈവിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ, ഈ പ്രഭാതത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നിങ്ങളെ തൊട്ട് പരിശുദ്ധാത്മാവ് പറയുക, ഇനിയൊരു സീസൺ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി തുറക്കുക. ഓ ആർക്കും തടയാൻ കഴിയാത്തതുപോലെ
ആർക്കും അടക്കാൻ കഴിയാത്തതുപോലെ ആ ഒരു മുഴക്കത്തെ, ആ ദൈവപ്രവൃത്തിയുടെ മുഴക്കത്തെ ഗ്രഹിക്കാൻ കഴിയുന്നവർ, ആത്മമേഖലയെ തിരിച്ചറിയാൻ കഴിയുന്ന ദൈവമക്കൾ പ്രതികരിച്ചു ദൈവത്തെ സ്തുതിച്ചാട്ട്. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ, അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ, അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഈ പ്രാർത്ഥനകളിലെല്ലാം കർത്താവിനെ അടുത്തറിയണം, കർത്താവിനെ അടുത്തറിയണം, കർത്താവിനെ അടുത്തറിയണം. വാർത്തയിൽ നിന്നുള്ള മറിയയുടെ വ്യത്യാസം എന്താണെന്നറിയാമോ? യേശുവിന്റെ കാൽക്കലിരുന്ന് യേശുവിനെ അടുത്തവൾ അറിഞ്ഞു, യേശുവിനെ അടുത്തവൾ അറിഞ്ഞു. മറ്റു ശിഷ്യന്മാരിൽ നിന്നുള്ള യോഹന്നാന്റെ വ്യത്യാസം എന്താണെന്നറിയാമോ? മാർവോട് ചാരിയിരുന്ന് യേശുവിനെ അടുത്തറിഞ്ഞു, യേശുവിനെ അടുത്തറിഞ്ഞു. അതുകൊണ്ട് ആ ക്രൂശിന്റെ ചുവട്ടിൽ വേറെ ആരും വരാത്തപ്പോഴും ഇവൻ വരാൻ കാരണം എന്താണെന്നറിയാമോ? അത്രയ്ക്ക് അരുമനാഥനെ അവൻ അറിയാമായിരുന്നു, അരുമനാഥനെ അവൻ അറിയാമായിരുന്നു. ഈ 100 മണിക്കൂർ പ്രാർത്ഥനയുടെ അവസാന സമയത്തേക്ക് വരുമ്പോ കർത്താവിനെ കുറിച്ചുള്ള അറിവ് ലോകത്തെ കുറിച്ചുള്ള അറിവല്ല, ലോക സംഭവങ്ങളെ കുറിച്ചുള്ള അറിവല്ല, നാളുകളെ കുറിച്ചുള്ള അറിവല്ല, നമ്മുടെ അരുമനാഥനെ കുറിച്ചുള്ള അറിവ് നമ്മുടെ മേൽ വർദ്ധിക്കട്ടെ. അടുത്തൊരു ഭാഗം കൂടെ 1-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. അതിങ്ങനാണ്: നെഹമ്യാവ് തൻ്റെ ജനത്തെക്കുറിച്ചുള്ള വാഗ്ദത്തങ്ങൾ, തൻ്റെ ജനത്തെക്കുറിച്ചുള്ള വാഗ്ദത്തങ്ങൾ ദൈവത്തെ ഓർപ്പിക്കുക. ഹല്ലേലൂയ. ദൈവം പറഞ്ഞ ആലോചനയെ അന്നേരം കൈയടിച്ച് സ്വീകരിച്ചിട്ട് മറക്കുകയല്ല, അത് ഹൃദയത്തിൻ്റെ പലകയിൽ എഴുതിയിരുന്നു, അത് ഹൃദയത്തിൻ്റെ പലകയിൽ എഴുതിയിരുന്നു. ഇന്ന് പകല് വർഷങ്ങൾ പഴക്കമുള്ള ദൈവത്തിൻ്റെ ദൂതുകൾ എത്ര പേരുടെ ഹൃദയത്തിലുണ്ട്? കർത്താവേ, ഈ ആലോചന എന്നെ കുറിച്ച് പറഞ്ഞതാ, ഈ ആലോചന എൻ്റെ തലമുറയെ കുറിച്ച് പറഞ്ഞതാ, ഈ ആലോചന എൻ്റെ കുടുംബത്തെ കുറിച്ച് പറഞ്ഞതാ. ഇതുവരെ ഇത് നടന്നിട്ടില്ല, ഇതുവരെ ഇത് നടന്നിട്ടില്ല. കാലേബിനെ പോലെ എത്ര പേര് പറയാൻ തയ്യാറാകോ? ഇതെന്റെ വാഗ്ദത്ത ദേശമാ, ഇതെന്റെ വാഗ്ദത്തമാ, ഇതെന്റെ വാഗ്ദത്തമാ. ഇതുവരെ എനിക്കത് പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ല, എനിക്കത് കിട്ടിയേ ഒക്കത്തുള്ളൂ. ഈ പ്രഭാതത്തിൽ ഉറക്കം മാറ്റിവെച്ച് ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കുന്നത് ചില ദൂതിന്റെ നിവർത്തികൾ, ചില ആലോചനകൾ എന്റെ മേൽ വെളിപ്പെടണം. വിടുതലിന്റെ സമയത്തിലേക്ക് അടുക്കുമ്പോൾ പൈശാചിക മണ്ഡലങ്ങൾ നമ്മുടെ ശ്രദ്ധയെ മാറ്റിവിടുക, നമ്മുടെ കാഴ്ചപ്പാടിനെ മാറ്റിവിടുക, അതിന്റെ മണ്ഡലങ്ങളിൽ പോരാടിയെന്ന് വരും. പക്ഷേ ഹൃദയദൃഷ്ടി ഊന്നി ഈ പ്രഭാതത്തിൽ ദൈവമക്കൾ തമ്പുരാന്റെ മുഖത്തു തന്നെ നോക്കിയാട്ടെ. ഇനിയുള്ള അല്പമണിക്കൂറുകൾ നിങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ സ്വർഗത്തെ ചായച്ചിറക്കുന്ന, സ്വർഗത്തെ ചായച്ചിറക്കുന്ന പ്രാരംഭത്തിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ ആത്മമണ്ഡലത്തെ ജനത്തിനു വേണ്ടി തുറന്നു കൊടുക്കുക ഒരു ഭക്തൻ തയ്യാറായെങ്കിൽ നെഹമ്യാവിനെ കുറിച്ച് പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്തപ്പോൾ എൻ്റെ പ്രാർത്ഥനാ റൂമിൽ അത്ഭുതപ്പെടുത്തിയ കാര്യമുണ്ട്. ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി നെഹമ്യാവിനെ വേർതിരിക്കുകയല്ലായിരുന്നു, താൻ ദൈവസന്നിധിയിൽ ജനത്തിനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു. തൻ്റെ ജനത്തിനൊരു വിടുതൽ വേണം, എൻ്റെ ജനത്തിനൊരു വിടുതൽ വേണം, എൻ്റെ ജനത്തിനൊരു വിടുതൽ വേണം. തമ്പുരാൻ ഇറങ്ങി പ്രവർത്തിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവത്തെ ബന്ധപ്പെടുത്തിയ ഒരു തലമുറ, ദൈവത്തെ ബന്ധപ്പെടുത്തിയ ഒരു തലമുറ, അങ്ങനെ ഒരു എത്ര ഒരു തലമുറ ഇന്നുണ്ടോ? ദൈവം അന്വേഷിക്കുക. ഒരു ജാതീയ സ്ത്രീ വിടുതലിന് വേണ്ടി കർത്താവിന്റെ അടുത്ത് വന്നപ്പോ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കത്തില്ലെന്നാണ് മറുപടി യേശു കൈമാറിയപ്പോ പിന്തിരിഞ്ഞു പോകുകയല്ല, യേശുവിൻ്റെ അരികിൽ തന്നെ നിന്ന് ഹല്ലേലൂയ നായ്ക്കുട്ടികളും യജമാനന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കൾ കടിക്കുന്നെന്ന് പറഞ്ഞ് കർത്താവിനോട് അവളെ ചേർന്ന് നിന്നപ്പോ, കർത്താവിന് ചലിക്കാതിരിക്കാൻ അവളെ ചേർന്ന് നിന്നപ്പോ കർത്താവിന് ചലിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല.
കർത്താവിന് ചലിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ചിലരെ നോക്കി ആത്മാവ് പ്രവചിക്കുക, നിങ്ങൾക്ക് വേണ്ടി കർത്താവിന് ചലിക്കാതിരിക്കാൻ കഴിയത്തില്ല. നിങ്ങളുടെ കണ്ണുനീരിന് മുമ്പിൽ കർത്താവിന് ചലിക്കാതിരിക്കാൻ കഴിയത്തില്ല. ദൈവദാസനെ, നിന്റെ ഉപവാസത്തിന് മുമ്പേ, ദൈവദാസിയെ, നിന്റെ പ്രാർത്ഥനയുടെ മുമ്പേ കർത്താവിന് ചലിക്കാതിരിക്കാൻ കഴിയത്തില്ല. അവൻ എഴുന്നേറ്റിട്ടുണ്ട്, അവൻ എഴുന്നേറ്റിട്ടുണ്ട്. ആത്മാവിൽ ഞാനത് കാണുകയാ. കർത്താവ് തന്റെ ജനത്തിനു വേണ്ടി എഴുന്നേറ്റിട്ടുണ്ട്. ആത്മലോകത്തെ, ആത്മമേഖലയെ ആ ദേശത്തിനു വേണ്ടി തുറന്ന ഒരു ഭക്തൻ ഈ കാലഘട്ടത്തിൽ ഈ ദേശത്തിനു വേണ്ടി ആത്മലോകത്തെ തുറക്കുവാനാ, ആത്മമേഖലയെ തുറക്കാനാ കർത്താവ് നമ്മളെ വിളിച്ചത്. എത്ര പേർ തിരിച്ചറിയുന്നുണ്ട്? ഓ റിബാ ശദര ബൗഡ, നീ ദേശത്ത് പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ, നീ ദേശത്ത് കരയുന്നവനാണെങ്കിൽ, നീ ദേശത്ത് ദൈവ മുൻപാകെ നിൽക്കുന്നവനാണെങ്കിൽ, നിനക്ക് വേണ്ടി ദേശത്തിന്റെ വാതിലിനെ തുറക്കുവാൻ ചെറിയൊരു കണ്ണുകൊണ്ട് ആത്മമേഖലയെ കാണല് കേട്ടോ. കണ്ണുകൾ വിശാലമാകട്ടെ, കാഴ്ചപ്പാടുകൾ വിശാലമാകട്ടെ. ഓ ഗേഗസി ഇറങ്ങി വന്നപ്പോ തന്റെ ചുറ്റും നിൽക്കുന്ന അരാമ്യ സൈന്യത്തെ കണ്ടത്. പക്ഷേ അകത്തുനിന്നൊരു ഭക്തൻ ഇറങ്ങി വന്നപ്പോ അവൻ പറയുക, ദൈവമേ, നിന്റെ സേനയെ കാണാൻ, നിന്റെ സൈന്യത്തെ കാണാൻ ഇവന്റെ കണ്ണുകളെ തുറക്കണമേ. ഓ ശൗഡബാലക, എപ്പോഴും പ്രതിസന്ധി പറഞ്ഞുകൊണ്ടിരിക്കാനല്ല, എപ്പോഴും ഭാരം പറഞ്ഞുകൊണ്ടിരിക്കാനല്ല, എപ്പോഴും വിഷയം പറഞ്ഞുകൊണ്ടിരിക്കാനല്ല. ഓ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ സേനയെ കാണുക, നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന ദൈവത്തിന്റെ സേനയെ കാണുക. ഈ പ്രഭാതത്തിൽ ചിലരുടെ കണ്ണുകളെ കർത്താവ് തുറക്കട്ടെ. ഓ രാബാ ശദര ബാരഹ സതരഹബ ഔഡബ ശന്തര കരബ സിയതര ബൗഡ അരരാധന രഹതരാദിയ. എന്നും ശത്രുവിനെ കണ്ട്, എന്നും പോരാട്ടത്തെ കണ്ട്, എന്നും വെല്ലുവിളികളെ കണ്ട് തകർന്നു പോകാനല്ല, ഇന്ന് പകല് തന്റെ ജനത്തിനു വേണ്ടി ചലിക്കുന്ന സ്വർഗീയ സേന ഇറങ്ങിയിട്ടുണ്ട്. തന്റെ മക്കൾക്ക് വേണ്ടി, തന്റെ ദാസന്മാർക്ക് വേണ്ടി, തന്റെ ജനത്തിനു വേണ്ടി ചലിക്കുന്ന സ്വർഗീയ സേന. പ്രാപിച്ചോ, 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 പ്രാപിച്ചോ. അവിചാരകന്റെ സമയം കഴിഞ്ഞുപോയി, മന്ത്രവാദിയുടെ സമയം കഴിഞ്ഞുപോയി, ശകുനവാദിയുടെ സമയം കഴിഞ്ഞുപോയി. നിന്റെ നേരെ വിരൽ ചൂണ്ടി കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച വ്യക്തിയുടെ സമയം കഴിഞ്ഞുപോയി. തന്റെ മക്കൾക്ക് വേണ്ടി സർവ്വ സൈന്യവുമായി കർത്താവ് ഇറങ്ങി വന്നിട്ടുണ്ട്, കർത്താവ് ഇറങ്ങി വന്നിട്ടുണ്ട്, കർത്താവ് ഇറങ്ങി വന്നിട്ടുണ്ട്. എല്ലാവരും കണ്ണടച്ചാട്ടെ. ഓ രബാലബ ശദരബൗഡ. ആത്മസാന്നിധ്യത്തോട് അല്പസമയം പ്രതികരിച്ചാട്ടെ, ആത്മസാന്നിധ്യത്തോട് അല്പസമയം പ്രതികരിച്ചാട്ടെ. അവന്റെ മഹത്വ ശക്തിയോടെ ചലിക്കുന്നു, അവന്റെ മഹത്വ ശക്തിയോടെ ചലിക്കുന്നു. നെഹമ്യാവേ, നിന്നെ കൊട്ടാരത്തിനകത്തേക്ക് കൊണ്ടുപോയത് കൊട്ടാരത്തിന്റെ സുഖം കൊണ്ട് ജീവിതം തീർക്കാനല്ല. നിന്റെ ദേശത്തിനു വേണ്ടി, നിന്റെ ജനത്തിനു വേണ്ടി ആത്മമേഖലയെ തുറക്കാനാ, ആത്മമേഖലയെ തുറക്കാനാ. എത്ര പേർക്ക് മനസ്സിലാകുന്നു? നിന്റെ അകത്തൊരു ഭാരം ഇട്ടേക്കുന്ന എന്തിനാണെന്നറിയാമോ? നിന്റെ അകത്തൊരു അഭിഷേകം തന്നേക്കുന്ന എന്തിനാണെന്നറിയാമോ? നിന്റെ അകത്ത് അന്യഭാഷ തന്നേക്കുന്ന എന്തിനാണെന്നറിയാമോ? ഈ തീയുടെ ചൂടിനെ നിനക്ക് തന്നേക്കുന്ന എന്തിനാണെന്നറിയാമോ? നിന്റെ ദേശത്ത് ആത്മമേഖലയെ തുറക്കാൻ. സൽബല്ലത്തുമാര് കാണും, തോബിയാവുമാര് കാണും, വിരോധമായി നിൽക്കുന്ന ജനങ്ങൾ കാണും. പക്ഷേ ദൈവം തുറന്ന, ദൈവം കൂടെ നിന്ന നെഹമ്യാവ് പറയുക, എന്നെ പോൽ ഒരുവൻ ഓടിപ്പോകുമോ? ഈ ധൈര്യം നെഹമ്യാവേ നിനക്ക് എവിടുന്ന് കിട്ടി? എന്റെ ദൈവത്തെ കുറിച്ചുള്ള അറിവ്, എന്റെ ദൈവത്തെ കുറിച്ചുള്ള അറിവ്. രോഗം നിന്നെ കീഴ്പ്പെടുത്തത്തില്ല കേട്ടോ, ഇന്നത്തെ കടഭാരം നിന്നെ ഇല്ലാതാക്കി കളയത്തില്ല കേട്ടോ. ഇന്നത്തെ കുഞ്ഞുങ്ങളുടെ അവസ്ഥകൾ നിന്നെ മുടിച്ചു കളയത്തില്ല കേട്ടോ. ഉടബ ശതര ധരാദിയ, അങ്ങനെ ഓടിപ്പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഉടബ ശതര ബൗഡബ. ഈ 100 മണിക്കൂറത്തെ പ്രാർത്ഥന ഒരാത്മതലത്തെ, ഒരാത്മ മേഖലയെ ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടി തുറക്കുക, ദൈവദാസന്മാർക്ക് വേണ്ടി തുറക്കുക. വരണ്ടു പോയെന്ന് ചിന്തിക്കുന്ന, വരൾച്ച മുരടിച്ചെന്ന് ചിന്തിക്കുന്ന, ഇനി ഗതി ഉണ്ടാകത്തില്ലെന്ന് ചിന്തിക്കുന്ന മേഖലയുടെ മേൽ ആത്മ സാന്നിധ്യ ശക്തിയോടെ ഇറങ്ങുക, ആത്മകൃപയ ശക്തിയോടെ ഇറങ്ങുക.
എല്ലാവരും അതരം തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും അതരം തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. ദൈവത്തിന്റെ മഹത്വം അതിന്റെ അളവിൽ വെളിപ്പെടുന്നു. ദൈവത്തിന്റെ മഹത്വം അതിന്റെ അളവിൽ വെളിപ്പെടുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം അതിന്റെ അളവിൽ വെളിപ്പെടുന്നു. ശബന കഥനബ അടമ സന്ധന കസതിയലബി ഹംഗ കൊടിയം ചല തീയ ചരാദിബെ സന്ധാലബ അരഗ സംഭര ധരാബൗടബ ലസതല. വിടുതലായി ദൈവജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. അത്ഭുതമായി ദൈവജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. രോഗ സൗഖ്യമായി ദൈവജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. ഓ ഹിബ ശതര, എഴുന്നേറ്റ് ദൈവരാജ്യത്തിന് വേണ്ടി പണിയുക. പൈശാചിക മണ്ഡലങ്ങളെ തകർക്കുക. ശത്രുവിന്റെ ഹല്ലേലൂയ മേഖലകളെ, അവൻ കൊടികുത്തി വാഴുന്ന മേഖലകളെ പിടിച്ചൊതുക്കുക. ഒരു അഭിഷേകം